ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ? ഡയബറ്റീസ് കാരണം മോണരോഗം കൂടുന്നു, മോണരോഗം കാരണം ഡയബറ്റീസും കൂടുന്നു. അപ്പോൾ ആരെങ്കിലും ബ്രേക്ക് ചെയ്തല്ലേ പറ്റൂ. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140 താഴെ വന്നാലേ പല്ലെടുക്കാവുള്ളൂ എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഡയബറ്റിക് ഫുഡുള്ള പേഷ്യൻ്റ് അൺട്രീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്ഷൻ നിന്ന് നേരെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറി ബാക്ടീരിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. എവിടെയാണോ നല്ല രക്തോട്ടം ഉള്ളത്, എവിടെയാണോ ഇൻഫെക്ഷൻ ഇല്ലാത്ത ആ ഭാഗം വെച്ച് ലെഗിന് ആംപൂട്ട് ചെയ്ത് കളയും. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് ഹീലിംഗ് നടക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ മോണരോഗം കൊണ്ട് പല്ലെല്ലാം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. പല്ലെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പല്ല് വെക്കാൻ വേണം. നമ്മളൊരു സൺഡേ ആണ് ചെയ്തത്. വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് പേഷ്യൻ്റ് ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ. പേഷ്യൻ്റ് മരുന്നും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ പല്ലിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ യു ബ്രേക്കിംഗ് ദ സിസ്റ്റം, ബ്രേക്കിംഗ് ദ റിലേഷൻഷിപ്പ്. പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ. ഈ ഒരു സീൻ ഓർത്തിട്ടാണ് പല്ലുവേദനയുള്ള പലരും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവാത്തത്. ഡോക്ടറെ എല്ലാവരും വിളിക്കുന്നത് പെയിൻ ഫ്രീ ഡോക്ടർ എന്നാണ്. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴുള്ള പെയിൻ. 2, എത്രയൊക്കെ മരവിച്ചാലും ചില കേസുകളിൽ പല്ലെടുക്കുമ്പം പെയിൻ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ണാക്കിൽ ഇഞ്ചക്ഷൻ, ആ ഭാഗത്ത് കൊടുക്കുന്ന അണ്ണാക്കിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, പാലറ്റൽ ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇപ്പോൾ നീഡിൽ ഇവിടെയാണ് കുത്തുന്നത് വെച്ചോ. A delta ഫൈബേഴ്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് നെർവ് ഉണ്ട്. ഇവന്മാർ അതുവഴി ട്രാവൽ ചെയ്ത് സ്പൈനൽ കോഡെത്തും. അവിടെ നിന്ന് തലച്ചോറിൽ, തലാമസിൽ, സെൻസറി കോർട്ടക്സിൽ എത്തുമ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി പെയിൻ ഉണ്ടാകുന്നത്. അവിടെ എത്താതിരുന്നാലോ ഒന്നും അറിയില്ല, പെയിനല്ല, നീഡിൽ കയറിപ്പോയത് അറിയത്തില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട ഒരു 5 ഓറൽ ഹൈജീൻ ടിപ്സ്. ഐ ടെൽ മൈ പേഷ്യൻസ്, ആഫ്റ്റർ ദ ലാസ്റ്റ് ഫുഡ് യു കീപ് യുവർ മൗത്ത് ക്ലീൻ. പോയി വൃത്തിയാക്കുക, ബ്രഷ് ചെയ്ത് വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യുമ്പോൾ യു ആർ ക്ലീൻ. ഇൻ എനി പോയിന്റ് ഓഫ് ടൈം, ആഫ്റ്റർ 2 hours or 3 hours you can go sleep. നമ്മളിപ്പോൾ പറഞ്ഞു പ്രഗ്നൻസി എങ്ങനെയാണ് ഒരു ഓറൽ ഹെൽത്തിനെ അബദ്ധത്തിലാക്കുന്ന അല്ല അപകടത്തിലാക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട ഒരു 5 ഓറൽ ഹൈജീൻ ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം. റൊട്ടീൻലി ആസ് എവ്രിബഡി ഡസ്, റൊട്ടീൻലി രാത്രിയിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തിന് മുമ്പ്. ബിക്കോസ് പ്രഗ്നൻ്റ് ആയിട്ട് ലേഡീസ് മിക്കവാറും ഉച്ചയ്ക്ക് ഉറങ്ങാൻ സാധ്യതയുണ്ട്. ബിക്കോസ് മോർണിംഗ് ടൈംസ് അവർ ടയർഡായിരിക്കും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. സോ സീ ടു ദാറ്റ് ബിഫോർ ദേ സ്ലീപ്പ് at whatever period of time, whether it is in the morning or in the night, whatever period of time, see to ensure that your mouth is devoid of any food debris. This is first thing. So the sequence in when the method within which ഏത് മെത്തേഡിലാണ് വൃത്തിയാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് വൃത്തിയായിട്ട് കൊപ്പിളിക്കുക. സിമ്പിളായിട്ട് നല്ലതായിട്ട് കൊപ്പിളിക്കുക. പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് യൂസ് എ വാട്ടർ ഫ്ലോസർ, യൂസ് toothbrush. So all these things definitely will keep. Primarily, by some nook or crook, you should ensure that your mouth is devoid of any kind of carbohydrates. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ രാവിലെയും ഈ വാട്ടർ ഫ്ലോസും രാത്രിയും വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യണോ? I would recommend use it once. Okay, ഒരു ദിവസത്തിൽ ഒരു വട്ടം. അതായത് ഉപയോഗിക്കേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ്. ഉറങ്ങുന്ന പലപ്പോഴും എന്താ പ്രശ്നം എന്നറിയാമോ? ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വെച്ചിരുന്ന നമ്മൾ ഉറക്കശീലത്തിൽ മറന്നു പോകും. So what I recommend is, I tell my patients, after the last food you keep your mouth clean. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ എവിടെ നമ്മൾ ക്ഷീണിച്ച് ഇരിക്കുക, ഞാൻ കിടന്നു പറയും. So you will forget this. അത് ലോജിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അവസാനത്തെ ആഹാരം കഴിക്കുന്നത് പോയി വൃത്തിയാക്കുക, ബ്രഷ് ചെയ്ത് വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യുമ്പോൾ യു ആർ ക്ലീൻ. ഇൻ എനി പോയിന്റ് ഓഫ് ടൈം, ആഫ്റ്റർ 2 hours or 3 hours you can go sleep. So that is what I would recommend. See, meticulous use, there is nothing like 5 or 4 അങ്ങനെയല്ല. See, if you are stringent with regard to, see, you use your water flosser, water flosser, toothbrush and paste, and periodic use of fluoride varnish. ഡയബറ്റീസ് ഇപ്പോൾ മിക്ക ആളുകൾക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ടൈപ്പ് 2 ഡയബറ്റീസ്, ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആളുകളുണ്ട്, പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് കുറച്ചുകൂടി കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ? കാരണം അവർക്കൊരു പല്ലിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മുറിവ് ഉണങ്ങാനൊക്കെ ഭയങ്കര സമയമെടുക്കുമെന്ന് പറയുന്നിട്ടുണ്ട്. നോർമലി ഒരു ഡയബറ്റീസ് ആയ പേഷ്യൻ്റിന് ഒരു മുറിവ് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വായുടെ അകത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടാകും. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് വരുന്നു, പല്ല് വേദന, നീരുണ്ട്, പേഷ്യൻ്റ് അൺകൺട്രോൾഡ് ഡയബറ്റിക്കാണ്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ
ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140 താഴെ വന്നാലേ പല്ലെടുക്കാവുള്ളൂ എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഡയബറ്റിക് ഉള്ള പേഷ്യൻസിൻ്റെ 2 പ്രോബ്ലംസ് ഉണ്ടാകും. ഒന്ന് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, അതായത് ന്യൂട്രോഫിൽസ് ആണ് നമുക്ക് ഈസ്നോഫിൽസ്, ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, അങ്ങനെ ഡിഫൻസ് മെക്കാനിസം കാറ്റഗറൈസ് ചെയ്തിരിക്കും. ന്യൂട്രോഫിൽസ് ആണ് നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അണുക്കളെ കണ്ടു കഴിഞ്ഞാൽ പോയി ചാടി വീണ് കടിച്ച് കൊന്ന് തീർക്കുക. ഈ ന്യൂട്രോഫിൽസിൻ്റെ ഫാഗോസൈറ്റോട്ടിക് കപ്പാസിറ്റി ഡയബറ്റീസിൽ കുറവാണ്. അതായത് ഇൻഫെക്ഷനെ ചെറുക്കാനുള്ള കഴിവ് കുറവാണ്. ദിസ് യു ഹാവ് ടു കണക്ട് സയൻസ്. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു റീഇൻഫോഴ്സ്. നൗ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ പെരിഫറൽ എൻഡ് ആർട്ടറൈറ്റിസ്. അതായത് പെരിഫറീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അറ്റങ്ങളിലുള്ള നമ്മുടെ ശരീരഭാഗത്തിൻ്റെ അറ്റങ്ങളിലുള്ള ആർട്ടറീസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ചുരുങ്ങുമ്പം അതിന് ശേഷം രക്തോട്ടം ഉണ്ടാവില്ല. ഡയബറ്റിക് ഫൂട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഡയബറ്റിക് ഫൂട്ടിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പെരിഫറൽ എൻഡ് ആർട്ടറീസ് വന്ന് ആ ഏരിയയിലുള്ള അവസാനത്തെ കാലിൻ്റെ ഫൂട്ടിൻ്റെ അറ്റത്തുള്ള നഖങ്ങളും ആ ഏരിയയിലൊന്നും ആദ്യം രക്തോട്ടം ഇല്ലാണ്ടാവും. രക്തോട്ടം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരങ്ങ് ചത്തുപോകും. സെൽസ്, കോശങ്ങൾ, ടിഷ്യൂസ് വിൽ സ്റ്റാർട്ട് ഡൈയിങ്, വിൽ ബിക്കം നെക്രോട്ടിക്. അതായത് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ പറഞ്ഞു. ചത്തിരിക്കുന്ന സാധനത്തിൽ എന്ത് പറ്റും? അണുക്കൾ വസിക്കാൻ തുടങ്ങും. വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് സൂപ്പർ ഇൻഫെക്റ്റഡ്. ഇതിങ്ങനെ പതുക്കെ മേലോട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും, കാലിൻ്റെ അറ്റത്ത് നിന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്താണ്? പെരിഫറൽ എൻഡ് ആർട്ടറൈറ്റിസ്. അത് അഗ്രഭാഗങ്ങൾ, അതാണെന്ന് തോന്നുന്നു മലയാളം വാക്ക് കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ? അഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അറ്റത്തുള്ള ഭാഗത്തിലാണ് ഈ പെരിഫറൽ എൻഡ് ആർട്ടറൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പം ഇറ്റ്സ് ഹാപ്പൻസ് ഓൺലി ദെയർ, നോട്ട് ഇൻ ദ മൗത്ത്. ദിസ് ഇസ് എ വാലിഡ് പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ. നൗ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോക്ടർമാർ എന്താ ചെയ്യുന്നത്? ഒരു സ്പോട്ട് ഇപ്പോൾ ഇങ്ങനെ ഇതിന് അൺട്രീറ്റഡ് ആണെങ്കിൽ, ഈ പേഷ്യൻറ്റ്, അതായത് ഡയബറ്റിക് ഫുട്ടുള്ള പേഷ്യൻറ്റ് അൺട്രീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്ഷൻ നിന്ന് നേരെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറി ബാക്ടീരിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൻഡ് അഗെയിൻ ആ ലോക്കലി തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം രക്തോട്ടം ഇല്ലാണ്ടിരിക്കുന്നത്, ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല, അതെല്ലാം ഉണ്ട്. ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യാത്തതിന് ഒരു കാര്യം രക്തോട്ടം ഇല്ല എന്നുള്ള കൂടിയുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ എവിടെയാണോ നല്ല രക്തോട്ടം ഉള്ളത്, എവിടെയാണോ ഇൻഫെക്ഷൻ ഇല്ലാത്തത്, ആ ഭാഗം വെച്ച് ലെഗിന് ആംപുട്ടി കളയും. ഇതാണ് ലെഗ് ആംപുട്ടേഷൻ നടക്കുന്നത്. അപ്പോഴത്തേക്ക് രക്തോട്ടമുള്ള സ്ഥലത്താണ് കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് ഹീലിംഗ് നടക്കും. ഇത് നൗ യു അണ്ടർസ്റ്റുഡ് ദിസ് ആസ്പെക്ട് ഓഫ് ഇറ്റ്. നൗ യു കൺസിഡർ ഇൻ ദ മൗത്ത്. വായടത്ത് ഒരു പല്ല് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള കഴിവില്ല, പക്ഷെ അവിടെ രക്തോട്ടമുണ്ട്, നല്ല രക്തോട്ടമുണ്ട്. അപ്പോൾ ഇവനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു കാര്യമില്ല. ഇവനെ എടുത്തു കളഞ്ഞാലോ രക്തോട്ടം വന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് എല്ലാം ഫോം ചെയ്ത് വരും. കാര്യം ആ ഫോക്കി ഓഫ് ഇൻഫെക്ഷനാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. മറ്റേ ഫോക്കി ഓഫ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് പ്രതിരോധിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മുടെ ബ്ലഡ് സ്ട്രീം ഉണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം ഇസ് നോട്ട് അഫക്റ്റഡ്. അപ്പോൾ ഇവന്മാരെ എടുത്തു കളയുന്നതാണോ? ദിസ് ഇസ് സംതിങ് ടു ബി റിയലി റിസർച്ച്ഡ്. ഞാൻ ഈ പറയുന്ന കാര്യം ഐ ഹാവ് പുട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ടു many other researchers, but nobody has taken up till now. I think I have to pressurize them to take up this seriously. അപ്പോൾ ഇത് വല്ല എടുത്തു കഴിഞ്ഞാൽ ആ ഫോക്കി മാറിയല്ലേ ഇന്ന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടല്ലോ, ബ്ലഡിന് ക്ലോട്ട് ചെയ്യുന്ന പ്രോബ്ലം ഇല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? എവിടെയാണ് ഹീലിംഗ് പ്രോബ്ലം ഉണ്ടാകുന്നത്? എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു പേഷ്യൻ്റ്, ഒരു 41-42 വയസ്സുള്ളൊരു പേഷ്യൻ്റ്, മോണരോഗം കൊണ്ട് പല്ലെല്ലാം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. HbA1c 9.6 ഉണ്ടായിരുന്നു. ഇത് ഹാപ്പൻ അറൗണ്ട് 2017 ചെയ്ത ഒരു കേസാണ്. അൺകൺട്രോൾ ഡയബറ്റീസ്, അതായത് ഒരിക്കലും 300 താഴെ ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാലും താഴോട്ട് വരത്തില്ല. HbA1c 9.6 ഞാൻ പറഞ്ഞ പോലെ. പേഷ്യൻ്റ് പേഷ്യൻ്റ് ഒരു പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് പല്ലില്ലാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ പേഷ്യൻറ്റിന് പല്ലെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പല്ല് വെക്കാൻ വേണം. നമ്മൾ ഇമ്മീഡിയറ്റ് ലോഡിങ് ഇംപ്ലാൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഡയബറ്റിക് ലെവൽ കുറഞ്ഞു വരുന്നില്ല. അപ്പം എൻഡോക്രൈനോളജിസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഹീൽ ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. നോർമലി ഒരു 2 മണിക്കൂറാണ് എനിക്കൊരു ഫുൾ മൗത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടെ ഗ്യാപ്പ് കൊടുത്ത് ഓൾമോസ്റ്റ് 4 hours കൊണ്ടാണ് ഈ പല്ലെല്ലാം എടുത്ത്, പല്ലെടുക്കാൻ വലിയ സമയമില്ല, പക്ഷേ ഇതിനിടയിൽ ചെയ്യുന്നതിൽ പേഷ്യൻറ്റ് ടയർഡ് ആവുന്നതുകൊണ്ട് നമ്മൾ ഗ്യാപ്പ് കൊടുത്ത് ഷുഗർ ചെക്ക് ചെയ്തു. ഇങ്ങനെ പതുക്കെ ഒരു 4 hours എടുത്താണ് നമ്മൾ ചെയ്തത്. നമ്മളൊരു സൺഡേ ആണ് ചെയ്തത്. വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് പേഷ്യൻ്റ് ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ, വളരെ നോർമലായി. ഇപ്പോൾ 2 വർഷം മുമ്പാണ് ഞാൻ വീണ്ടും ഒരു ഫോളോ അപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം പേഷ്യൻ്റ് മരുന്നും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ഡയറ്ററി കൺട്രോൾ ഉണ്ട്. അതിനിപ്പോൾ HbA1c എന്ന് പറഞ്ഞാൽ
2 or 6.1 ആ റേഞ്ചിൽ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഐ ഹാഡ് മെറ്റ് ദ പേഷ്യൻറ്റ് റീസെൻ്റ്ലി ഓൾസോ. അബ്സല്യൂട്ട്ലി നോർമൽ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ആദ്യത്തെ കാര്യം, വായിടത്തുള്ള അണുക്കൾ കണ്ടമാനം ഉണ്ടായിരുന്ന അണുക്കളെല്ലാം കൂടി ബ്ലഡ് സ്ട്രീമിൽ കയറി. ബാക്ടീരിയ നേരെ ഇവന്മാർ ചെന്ന് പാൻക്രിയാസിലിരുന്നു. പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഇതിനെ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഇവന്മാർക്ക് പണി കൊടുത്തു. ഈ പണിയുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പണിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തു, ശരി നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കിയിരുന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഇവ ഈ നേരെ തിരിച്ച് റെസിപ്രോക്കൽ റിയാക്ഷനിൽ അവിടെ ഡയബറ്റീസും കൂടാൻ തുടങ്ങി. ഈ പല്ലുകൾ പ്രശ്നകാരം പല്ലിനെല്ലാം തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി, നേരെ നമ്മുടെ പാൻക്രിയാസ് പണി വീണ് സ്റ്റാർട്ട് ചെയ്തു, ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദറ്റ് ഹി ബിക്കം നോർമൽ. This is what has happened. So that means there is a reciprocal relation. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ ഇന്റർകണക്റ്റഡ്. അതായത് ഡയബറ്റീസ് കാരണം മോണരോഗം കൂടുന്നു, മോണരോഗം കാരണം ഡയബറ്റീസും കൂടുന്നു. അപ്പോൾ ആരെങ്കിലും ബ്രേക്ക് ചെയ്തല്ലേ പറ്റൂ. ബ്രേക്ക് ചെയ്യാറേ പറ്റുന്ന നമുക്ക് മറ്റേ എടുത്തു കളയാൻ പറ്റില്ല. അപ്പോൾ പല്ലിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ യു ബ്രേക്കിംഗ് ദ സിസ്റ്റം, ബ്രേക്കിംഗ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞത് ദിസ് റിക്വയർസ് എ ലോട്ട് ഓഫ് റിസർച്ച്. കാര്യം ഞാൻ പറയുന്നത് ഒരു കേസോ 2 കേസോ 3 കേസോ വെച്ചൊന്നും അല്ല ചെയ്യേണ്ടത്. ഇറ്റ് റിക്വയർസ് ബിഫോർ. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ട് അതും ചെയ്യാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് റിസർച്ച് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് ദിസ് ഹോൾസ് ലോജിക്സ്. മനസ്സിലായി? അപ്പോൾ അത് ഇറ്റ്സ് അക്സെപ്റ്റഡ്. അത് പിന്നെ ഒരു ട്രെൻഡ് ആവുമായിരിക്കും. ജനറലി ഐ ക്യാൻ ഓൾസോ നോട്ട് ഗോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. മനസ്സിലായില്ലേ? സോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് കൺസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പണി പോകും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്ര അഗ്രസീവായിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ പേഷ്യൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ പല കേസിലും ദിസ് ഇസ് മൈ പെർസെപ്ഷൻ ആൻഡ് ഇറ്റ് ഇസ് റിയലി ഇറ്റ് ഹോൾ സയൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, പെരിഫറൽ എൻഡാർട്രൈറ്റിസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹീലിങ്ങിന് പ്രോബ്ലം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രശ്നം നമുക്ക് ഇൻഫെക്ഷൻ ചെറുക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ വായിടത്തുള്ള പ്രശ്നം. ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നല്ല പഴുത്തിരിക്കുന്ന സാധനം, ഈ പഴുപ്പുണ്ടാകുന്ന സാധനത്തിൽ എടുത്ത് കളഞ്ഞു ഒരു എന്താ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു തോൺ, അതായത് ഒരു മുള്ള് ശരീരത്തിൽ കുത്തിയിരിക്കുക. അയ്യോ പേഷ്യൻ്റ് ഡയബറ്റിയാ, ഇവനെ എടുത്തു കളഞ്ഞാൽ മുറിവണങ്ങൂല. ദിസ് ഇസ് സെയിം ആസ് പല്ല്. ജസ്റ്റ് കണക്ട് ഇറ്റ്. സോ വി ഷുഡ് ഗ്രോ, തിങ്ക് ലോജിക്കലി. ഡയബറ്റീസ് നമ്മൾ എടുക്കിട്ട് ഡയബറ്റീസ് നോർമൽ ലെവലാക്കിയതിന് ശേഷം നമുക്ക് എടുത്തളയാം. അത്ര വേദന അനുഭവിക്കണം അല്ലേ? ഹീലിയത്തിലെന്ന് പറഞ്ഞിട്ട് എന്ത് ലോജിക്സ് ആണത്? മനസ്സിലില്ല. thorough investigation has to be done, thorough research has to be done to dispel this തിയറി ദാറ്റ് വായിടത്തുള്ളതാണിത് ഉണങ്ങത്തില്ലെന്ന്. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്തോ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റിയും ബാക്കി എല്ലാ ഇൻട്രിൻസിക് കോയാഗുലേഷൻ മെക്കാനിസം, എക്സ്ട്രിൻസിക് കോയാഗുലേഷൻ മെക്കാനിസം ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം ഇൻ എക്സാക്ട്. ദിസ് ഇസ് വാട്ട് മൈ ടേക്ക് ഇസ് ഓൺ. സോ ടൈം വിൽ ടെൽ. ഡോക്ടർ, നമുക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പേടി എന്താണെന്നറിയോ? നമ്മൾ ഈ ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഡ്രസ്സും ഇട്ട് ക്യാപ്പും വെച്ച് മാസ്കും വെച്ച് നമ്മുടെ അടുത്ത് വരും. നമ്മൾ ഈ ഡെൻ്റൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കും, ഒരു ഇഞ്ചക്ഷനായിട്ടാണ് വരിക. ഈ ഒരു സീന് ഓർത്തിട്ടാണ് പല്ലുവേദനയുള്ള പലരും ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോവാത്തത്. പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ. എൻ്റെ 4 വിസ്ഡം ടൂത്തും പണി കിട്ടിയിരിക്കുക. പക്ഷെ എൻ്റെ ഇവിടുത്തെ വിസ്ഡം ടൂത്ത് എടുത്തപ്പോൾ തന്നെ ഞാൻ എടുക്കണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിട്ടാണ് പൊക്കോണ്ടിരുന്നത്. അത്രയും എനിക്ക് പേടിയായിരുന്നു. പല്ലാണ്, അണപ്പല്ലാണ്, നല്ല വേദന ഉണ്ടാവും. ഇതെടുത്തു, ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ പെയിൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വീണ്ടും ഇപ്പോൾ പണിയായിട്ടുണ്ട്, എനിക്കിത് എടുക്കണം. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഓർത്തിട്ടാണ് എനിക്ക് ഈ ഡെൻറ്റിസ്റ്റ് അടുത്ത് പോകാൻ പേടി. എന്തായാലും എടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ കേട്ടു ഡോക്ടറെ എല്ലാവരും വിളിക്കുന്നത് പെയിൻ ഫ്രീ ഡോക്ടർ എന്നാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എങ്ങനെയാണ് ഇത്, എന്തൊക്കെയാണ് നമ്മുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയാം. ഒന്ന്, നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴുള്ള പെയിൻ. 2, എത്രയൊക്കെ മരവിച്ചാലും ചില കേസുകളിൽ പല്ലെടുക്കുമ്പം പെയിൻ ഉണ്ടാവാം. ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ. ഈ 2 ആസ്പെക്ട്സാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴുള്ള പെയിൻ. സാധാരണ രീതിയിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും പല്ലിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മോണയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്പ്രേ അടിക്കും, അല്ലെങ്കിൽ ജെല്ല് വെക്കും. എന്നിട്ട് കുറച്ച് നേരം അവിടെ മരവിക്കാൻ വേണ്ടി വെക്കും. ഇത് ഉപരിതലത്തിൽ മാത്രമാണ് ഈ സംഭവം, സൂപ്പർഫിഷ്യൽ മാത്രമേ ഈ സംഭവം നടക്കുന്നുള്ളൂ. നീഡിൽ കൊണ്ട് ചെല്ലുമ്പോൾ നീഡിൽ അകത്തോട്ടാണ് കയറി പോകേണ്ടത്. അകത്തോട്ട് ഈ സാധനം കയറി പോകുന്നില്ല. അപ്പോൾ എന്തായാലും നീഡിൽ കയറി പോയി ബോണിനകത്തോട്ട് തട്ടുമ്പോഴത്തേക്ക് പെയിൻ ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ണാക്കിൽ ഇഞ്ചക്ഷൻ, അകത്ത് ആ ഭാഗത്ത് കൊടുക്കുന്ന അണ്ണാക്കിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, പാലറ്റൽ ഇഞ്ചക്ഷൻ എന്ന് പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവിടുത്തെ ടിഷ്യൂ ഭയങ്കര കട്ടിയാണ്. നമുക്ക് തന്നെ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ഏരിയ കൂടെ ഒരു നീഡിൽ കയറി പോകാൻ ഭയങ്കര പാടായിരിക്കില്ലേ, നല്ല വേദന എടുക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ. ഇത് എങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നീഡിൽ ഇവിടെയാണ് കുത്തുന്നതെന്ന് വെച്ചോ, ഇവിടെയാണ് കുത്തുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പെയിൻ ഫുൾ സെൻസേഷൻ എ ഡെൽറ്റ ഫൈബേഴ്സ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് നെർവ് ഉണ്ട്. എ ഡെൽറ്റ ഫൈബേഴ്സ് ഇവന്മാർ അതുവഴി ട്രാവൽ ചെയ്ത് സ്പൈനൽ കോഡ് എത്തും. അവിടെ നിന്ന് തലച്ചോറിൽ, തലാമസിൽ, സെൻസറി കോർട്ടക്സിൽ എത്തുമ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി പെയിൻ ഉണ്ടാകുന്നത്. അവിടെ എത്താതിരുന്നാലോ ഒന്നും അറിയില്ല, ഇല്ല, ഒന്നും അറിയില്ല. പെയിനല്ല, നീഡിൽ കയറിപ്പോയത് അറിയത്തില്ല. യു കനോട്ട് ബിലീവ് ദാറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ്, ചില അതിന് കറസ്പോണ്ടിങ്, ഇപ്പോൾ ഈ കൊടുക്കുന്ന സ്ഥലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ചില സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ടാവും, സ്ട്രെച്ച് ചെയ്യുന്ന വലിയുന്ന റിസെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ പ്രഷർ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. പ്രഷർ പോയിന്റ്സ് ആൻഡ് പ്രഷർ റിസെപ്റ്റേഴ്സ് എനിവേർ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലം വേണം. ഈ പ്രഷർ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ സി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജർ ഡയമീറ്റർ ഫൈബേഴ്സ് വഴിയാണ് ട്രാവൽ ചെയ്യണം. അവന്മാരും അതായത് പെയിനും ഇതിന് നോൺ നോക്ഷ്യസ് സ്റ്റിമുലസ്, നോക്ഷ്യസ് അല്ല, പ്രോബ്ലം ഉണ്ടാക്കാറുന്നില്ല. ഇവന്മാർ രണ്ട് വഴി കൂടി ട്രാവൽ ചെയ്യും. പക്ഷേ സ്പൈനൽ കോഡിൽ എത്തുമ്പോഴത്തേക്ക് പ്രിസൈസ്ലി പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യ ജെലാറ്റിനോസ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ ലെയറിൽ എത്തുമ്പോൾ ഇവന്മാർ ബാക്ക് ഡോറിൽ കൂടെ കയറും. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഡോസൽ ഹോൺ എന്ന് പറയും. ഇവന്മാർ ബാക്ക് ഡോറിൽ കൂടെ കയറും. എന്നിട്ട് ഇവന്മാർ രണ്ടും ഫ്രണ്ട് ഡോറിൽ കൂടെയാണ് പുറത്തോട്ടിറങ്ങുന്നതിന് മുമ്പ് ഇവന്മാർ തമ്മിൽ കണക്ട് ചെയ്യും, സൈനാപ്സ് ചെയ്യും. ഇതിന് മെഡിക്കൽ ടെർമിനോളജിയിൽ സൈനാപ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹാർട്ടിൻ്റെ പെയിൻ കയ്യിൽ തോന്നാറില്ലേ? പലപ്പോഴും പറയാറില്ലേ പെയിൻ കയ്യിലാണ് തോന്നിയത്, പക്ഷേ ഹാർട്ടിൻ്റെ പെയിൻ ആയിരുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതിൻ്റെ കാര്യങ്ങൾ തമ്മിൽ സൈനാപ്സ് ചെയ്യും. അപ്പം പെയിൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ഹാർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പലയിടത്ത് വേറെ അടുത്തായിട്ടും തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പലയിടത്തും കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഒരിടത്താണ് കാരണമെങ്കിലും ഫീൽ ചെയ്യുന്ന മറ്റിടത്താണ്. ദിസ് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. മനസ്സിലായി? അതാണ് എൻ്റെ റീസൺ. സൈനാപ്സ് എന്നാണ് എന്നെ പറയുന്നത്. ഈ സൈനാപ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞില്ലേ നോൺ നോക്ഷ്യസ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു, ഇവന്മാർ ഭയങ്കര ഫാസ്റ്റായിട്ട് കയറിപ്പോകും. കാര്യം ലാർജ് ഡയമീറ്ററാണ്, ടക്ക് 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 സ്പീഡിൽ കയറിപ്പോകും. അപ്പോൾ ഇവന്മാർ തലയിൽ പോയി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും, ഈ പെയിന് സ്പൈനൽ കോഡ് ബ്ലോക്ക് ആവും. ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് ആസ് ഗേറ്റ് കൺട്രോൾ തിയറി, വാതിൽ കൺട്രോൾ ചെയ്യുന്ന തിയറി. അപ്പോൾ ഇത് പ്രകാരം ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. സോ ബട്ട് വാട്ട് ഇൻസ്റ്റിഗേറ്റഡ് മീ ടു ഗോ ആഫ്റ്റർ ദിസ്? ഇത് എൻ്റെ പിറകെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ആക്ച്വലി ഐ ഹാഡ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആണ് ഓൾമോസ്റ്റ് 17 years back, വിച്ച് വാസ് പെയിൻഫുൾ ഫോർ മീ. അന്ന് ഡിസൈഡ് ചെയ്തതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ ഫ്രീ ആക്കണം. സോ ഇത് ഫ്രം ദ വേറെ ആരും കൊടുക്കരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ദിവസം തൊട്ട് ട്രാവൽ ചെയ്യുന്നത് പേഷ്യൻ്റ് എടുത്ത് ഈ കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ നേരത്തെ കിടപ്പുണ്ട്, പ്രാവർത്തിയാക്കാൻ റിസർച്ച് ചെയ്യാനൊന്നും പോയില്ല. അടുത്ത ദിവസം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. പേഷ്യൻ്റ് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം എഴുതി വയ്ക്കും, ഇന്ന സ്ഥലം ഇന്ന സ്പോട്ട്. അങ്ങനെ ഏകദേശം 7 വർഷം എടുത്ത് ഇതിനെ 0 വേദന എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല, ഇത് ചെയ്യുന്നത് ഒന്നും അറിയാത്ത രീതിയിൽ പിന്നെ ആക്കിയെടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഡൺ. ഇറ്റ് വാസ് നോട്ട് എ കേക്ക് വർക്ക് ഫോർ മീ ടു ഡെവലപ്പ് ഓൾ ദീസ് തിങ്സ്. അതിനുശേഷമാണ് ഇത് കംപ്ലീറ്റ്ലി പെയിൻ ഫ്രീ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡെലിവർ സംതിങ് 100% പെയിൻ ഫ്രീ. ഇത് ഇഞ്ചക്ഷൻ്റെ ആസ്പെക്റ്റ്. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഡ്രിൽ ചെയ്യുന്ന സമയത്ത്, റൂട്ട് കനാൽ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിൻ. അതിന് ഹോട്ട് മോളാസ് എന്നാണ് നമ്മുടെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അത് താഴത്തെ പല്ലുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മേളിലത്തെ പല്ലുകൾക്ക് ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ മേളിലത്തെ ജോ ഭയങ്കര പോറസാണ്. അപ്പോൾ എവിടെയെങ്കിലും കുത്തിവെച്ച് കഴിഞ്ഞാലും ഈ കുത്തിവെക്കുന്ന മരുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും വഴി കണ്ടുപിടിച്ചാൽ പല്ലിൻ്റെ പേരിൻ്റെ അറ്റത്തെത്തും. പക്ഷേ താഴത്തെ താടിയിൽ കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മരം അവിടെ കിടക്കുകയുള്ളൂ. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നതിനേക്കാളും വേറെ ഇന്നോവേഷൻസ്, അത് വേറെ പലയിടത്തുനിന്നും ഇന്നോവേഷൻസ് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ലിഗമെൻ്ററി ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഈ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഇടയിൽ കൂടെ കൊടുക്കും. അത് കൊടുക്കാനായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള അപ്പാരറ്റസാണ് വേണ്ടത്. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേഷ്യൻസും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ടെക്നിക്ക്, സാധാരണ നോർമൽ സിറിഞ്ച് വെച്ചിട്ട് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ഫോഴ്സ്ഫുള്ളി ആ നീഡിലിനെ ഈ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഇടയിൽ കൂടെ പതുക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കും. ആൻഡ് ദാറ്റ് ഗിവ്സ് വെരി ഗുഡ് റിസൾട്ട്സ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഐ മേക്ക് ദിസ് പെയിൻ ഫ്രീ. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ, ഇപ്പോൾ സാധാരണ പല്ല് എടുക്കുമ്പോൾ പേഷ്യൻറ്റിന് നല്ല മരവിപ്പായിരിക്കും. ചിലപ്പോൾ ഈ എടുക്കുന്നതിന് പ്രഷർ പെയിൻ ഉണ്ടാവും. നമ്മൾ ഡോക്ടർമാരെല്ലാം പറയും ചെറിയൊരു പ്രഷർ ഉണ്ടാവും. ഈ പ്രഷർ പോലും
അറിയില്ല ഈ ഇൻ്റർലൈൻമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ. So this is the technique which we have developed, which makes even the root canal and this thing completely pain free. ഇതാണ് അതിൻ്റെ ബേസിസ്. I mean, there are a lot of people, അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്. ഓക്കെ.